സോഷ്യൽ മീഡിയ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു സമൂഹ മാധ്യമത്തിന്റെയെങ്കിലും ഭാഗമാകാത്തവർ വളരെ ചുരുക്കമാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ക്ലബ് ഹൗസ് ഇങ്ങനെ പോകുന്നു സമൂഹ മാധ്യമങ്ങളുടെ നീണ്ട നിര. ജൂൺ 30 ലോക സോഷ്യൽ മീഡിയ ദിനമാണ്. മൈസ്പേസ്, ഓർക്കുട്ട് എന്നീ സമൂഹ മാധ്യമങ്ങൾ തുടങ്ങി ഫേസ്ബുക്കും വാട്സാപ്പും വരെ എത്തി നിൽക്കുന്നു. ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും വീഡിയോകൾ കണ്ട് രസിക്കുന്നവരാണ് നമ്മൾ പലരും. ഇൻസ്റ്റാഗ്രാമിൽ ചിത്രങ്ങൾ പങ്കുവച്ചും സമൂഹ മാധ്യമങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. ഇതിലൊന്നും താല്പര്യമില്ലാത്തവർ ബ്ലോഗിംഗ് വെബ്സൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. സ്നാപ്ചാറ്റ്, ലിങ്ക്ഡിൻ എന്നിവയും സോഷ്യൽ മീഡിയയുടെ പരിധിയിലാണ്. ഏത് കാര്യങ്ങളും വിരൽത്തുമ്പിൽ അന്വേഷിച്ച് കണ്ടെത്താമെന്നതാണ് സോഷ്യൽ മീഡിയയിലേക്ക് ആകർഷണം കൂട്ടുന്ന ഘടകം. ചിത്രങ്ങളും തത്സമയ വിവരങ്ങളും വർത്തമാനങ്ങളും എല്ലാം അപ്പോൾ തന്നെ പങ്കുവെക്കാനാകുന്ന ഇടം. എത്ര ദൂരത്തായാലും കുടുംബത്തോടും സുഹൃത്തുക്കളോടും എപ്പോഴും ബന്ധപ്പെട്ടിരിക്കാനാകുന്നതും സോഷ്യൽ മീഡിയയിലൂടെയാണ്. സമൂഹ മാധ്യമങ്ങൾ നമ്മളിലുണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ്. സിനിമാ താരങ്ങളെയും കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവരെയും പിന്തുടരാൻ ഏറ്റവും നല്ല മാർഗം ട്വിറ്ററാണ്. സോഷ്യൽ മീഡിയ ജനങ്ങൾക്ക് നൽകുന്ന പവർ ചെറുതല്ല. ഉപഭോക്താക്കൾക്ക് അവരുടെ നിലപാടുകൾ, അഭിപ്രായങ്ങൾ, ആശയങ്ങൾ ഇതെല്ലാം തുറന്നു പറയാൻ അവസരമൊരുക്കുന്നതും സോഷ്യൽ മീഡിയ തന്നെ. 2010 മാഷബിൾ വാർത്താ വെബ്സൈറ്റാണ് ആദ്യമായി ജൂൺ 30 സമൂഹ മാധ്യമ ദിനം ആഘോഷിച്ചത്. ആഗോള ആശയവിനിമയത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ പങ്ക് ചൂണ്ടിക്കാട്ടാനായിരുന്നു ഈ ദിനം. ആദ്യ സമൂഹ മാധ്യമം 6 ഡിഗ്രീസ് ആണ്. ആൻഡ്രൂ വെയിൻഡിച്ച് ആയിരുന്നു ഇതിന് തുടക്കമിട്ടത്. 1997 ഓൺലൈനായി ഇത് നിലവിൽ വന്നത്. 2001 ഇത് അവസാനിപ്പിച്ചതോടെ ഫേസ്ബുക്ക്, മൈസ്പേസ്, ഫ്രണ്ട്സ്റ്റാർ തുടങ്ങിയ മാധ്യമങ്ങൾ നിലവിൽ വന്നു. ഇവയുടെ എല്ലാം തുടക്കം ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, സ്നാപ്ചാറ്റ് തുടങ്ങി മറ്റ് വെബ്സൈറ്റുകളുടെ ആരംഭത്തിനു കൂടി വഴി തുറന്നു. ആശയവിനിമയം, ഇടപെടൽ, ഉള്ളടക്കങ്ങൾ പങ്കിടൽ തുടങ്ങിയവയ്ക്കായുള്ള വെബ്സൈറ്റുകളെയോ ആപ്ലിക്കേഷനുകളെയോ ആണ് സമൂഹ മാധ്യമങ്ങൾ എന്നുദ്ദേശിക്കുന്നത്. പലരെയും പ്രശസ്തരാക്കിയതും പണമുണ്ടാക്കുന്നതും സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി ഗെയിമുകളുടെ ലോകത്തും ഇന്നത്തെ തലമുറ അഡിക്റ്റ് ആയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗം നല്ലത് തന്നെ, പക്ഷേ ജാഗ്രതയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ വിപത്ത് സൃഷ്ടിക്കുമെന്ന് നമ്മൾ ഓർക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.